ടോൾ പ്ലാസ വന്നതോടുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് വലിയ തടസ്സം നേരിടുകയാണ്. ഈ ടോൾ പ്ലാസയുടെ 1 കിലോമീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള റോഡിന്റെ പണി തന്നെ 6 വരി ട്രാക്ക് തന്നെ പൂർത്തിയായിട്ടില്ല. പല ഭാഗങ്ങളിലും സർവീസ് റോഡുകളില്ല. ഒരു കാറിന് പോകാൻ പോലും വേണ്ട വീതിയില്ലാത്ത സർവീസ് റോഡാണ് ഉള്ളത്. 2 ആംബുലൻസുകൾ പോകാൻ വേണ്ടിയിട്ട് ഇവർ ബാരിക്കേഡൊക്കെ എടുത്തു മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അത് മാറ്റിയല്ലാതെ ഈ ടോള് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പന്തരങ്കാവിലാണ്. കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് പന്തരങ്കാവ് ടോൾ പ്ലാസയിലാണ് ഞാൻ നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പന്തരങ്കാവ് ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കാൻ ആരംഭിച്ചത്. എന്നാൽ ആ സമയം മുതൽ തന്നെ വലിയ പ്രതിഷേധവും ഇവിടെ ഉയരുകയാണ്. എന്താണ് കോഴിക്കോട് പന്തരങ്കാവ് ടോൾ പ്ലാസയിൽ ഇത്ര വലിയ പ്രതിഷേധം ഉയർന്നതിനുള്ള കാരണം? ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ പിന്നിലെ കാരണം എന്താണ്? മറുനാടൻ അന്വേഷിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ടോൾ പ്ലാസ വന്നതോടുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് വലിയ തടസ്സം നേരിടുകയാണ്. ഒന്ന്, ഇത് ഗ്രാമമായിട്ട് നിന്നതാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചിരുന്നതാണ്. അത് ഈ വലിയ റോഡ് വരുമ്പോൾ സാധ്യമാവില്ല എന്നുള്ളതൊരു കാര്യം. പക്ഷെ എങ്കിലും അവരനുഭവിച്ചു വന്ന യാത്രാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് മുമ്പാണ് ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുള്ളത്. ഒന്ന്, ടോളിന്റെ ഈ റോഡിന്റെ ഇരുഭാഗത്തുമായി സർവീസ് റോഡുകൾ വേണ്ടതുണ്ട്. ഈ ടോൾ പ്ലാസയുടെ 1 കിലോമീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള റോഡിന്റെ പണി തന്നെ 6 വരി ട്രാക്ക് തന്നെ പൂർത്തിയായിട്ടില്ല. പലയിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ പണി നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഹൈലൈറ്റ് മാളിന്റെ സമീപത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഈ 6 വരി പാത തന്നെ തടയപ്പെട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. പല ഭാഗങ്ങളിലും സർവീസ് റോഡുകളില്ല. അപ്പൊ ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ പോകാനോ കോഴിക്കോട്ട് അങ്ങാടിയിൽ പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുന്നതിനൊന്നും ഇപ്പോൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ ഹൈവേ വന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ തടയപ്പെട്ടിട്ടുള്ള PWD റോഡുകൾക്ക്, ബസ് റൂട്ടുള്ള റോഡുകൾക്ക്, അപ്പൊ അങ്ങനെ തുടങ്ങി ഈ പ്രദേശത്തുകാർ വിട്ടുകൊടുത്ത ഭൂമിയാണ്. അവരുടെ പുരയിടം അല്ലെങ്കിൽ കൃഷിയിടമൊക്കെ വിട്ടുകൊടുത്തിട്ടാണ് ഈ ഹൈവേ വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കുള്ളൊരു വല്ലാത്ത ഫീലിംഗ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൂടാതെ അവർക്ക് ഇനി സഞ്ചരിക്കണമെങ്കിൽ മാസത്തിൽ 340 രൂപയുടെ പാസ് എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ നിർദ്ദേശിച്ചിട്ടുള്ള പോംവഴി. അപ്പൊ അതിനോട് വലിയ തോതിലുള്ള പ്രതിഷേധം പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കി തരണം എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ ഈ സമരം നടത്തിയ കോൺഗ്രസ് പാർട്ടിയാണ് സമരം നടത്തിയത്. അവരുടെ ആവശ്യം ഈ പറയുന്ന തരത്തിൽ ടോള് ഒഴിവാക്കണം. ഈ പഞ്ചായത്തിലുള്ള ആളുകളുടെ, ഈ പരിസര പ്രദേശത്തുള്ള ആളുകളുടെ ടോൾ ഒഴിവാക്കി കൊടുക്കണം. സർവീസ് റോഡ് പൂർത്തിയാകാതെ ടോൾ പിരിവ് ആരംഭിക്കരുത് എന്നുള്ളതാണ്. സർവീസ് റോഡുകൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നതിന്റെ തൊട്ട് ഇടതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് എന്ന് പറയുന്നത് ഒരു കാറിന് പോകാൻ പോലും വേണ്ട വീതിയില്ലാത്ത സർവീസ് റോഡാണ് ഉള്ളത്. സാധാരണഗതിയിൽ 2 ട്രാക്കിലായി റോഡ് വേണം. അതിന് നടപ്പാത വേണം. കാരണം വലിയ വേഗത്തിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുക. ആ നടപ്പാതയില്ലെങ്കിൽ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. കുട്ടികൾ സ്കൂൾ പോകുന്ന വഴിയൊക്കെയാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ തന്നെയുള്ള റോഡ് എന്ന് പറയുന്നത് ഒരു കാറിന് കഷ്ടി പോകാൻ പറ്റുന്ന വീതി മാത്രമേ ഉള്ളൂ. ഡ്രെയിനേജ് ഇല്ല, സർവീസ് റോഡ്. അപ്പൊ അങ്ങനെ ഈ തരത്തിലുള്ള എല്ലാ രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ സമരത്തിന്റെ ഭാഗമായിട്ട് ഇതിന് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കളക്ടറുടെ ചർച്ചയിൽ അതിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അത് മാറ്റിയല്ലാതെ ഈ ടോള് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോ തന്നെ 2 ആംബുലൻസുകൾ പോകാൻ വേണ്ടിയിട്ട് ഇവർ ബാരിക്കേഡൊക്കെ എടുത്തു മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും സാങ്കേതികമായിട്ട് ഈ ടോൾ ഇവിടെ പിരിക്കാൻ സൗകര്യമില്ല, അതിനൊരു സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വിനോദോട്ടം പറഞ്ഞതുപോലെ അപ്രോച്ച് റോഡ് കണ്ടല്ലോ, റോഡ് ഈ ഫുട്പാത്തിന്റെ മുകളിൽ കൂടി ഒക്കെയാണ് റോഡാക്കിയിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് പോകാനുള്ള ഒരു സൗകര്യമില്ല. തീർത്തും ജനങ്ങളെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് അസൗകര്യമാണ്, ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. അതൊന്നും അല്ലാതെ എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ ടോൾ കൊടുക്കരുത് എന്ന് നമ്മൾ പറയില്ല, പക്ഷെ ഇവിടെ ജനങ്ങൾ ടോൾ കൊടുക്കരുത്. ശക്തമായ പ്രതിഷേധം ഇവിടെ വേണം. അധികാരികൾ കണ്ണു തുറക്കണം. ആരാണ് അധികാരികൾ എന്നുള്ളത് ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന അധികാരികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട്
അധികാരികൾ കണ്ണു തുറക്കണം, ഈ ടോൾ എടുത്തു മാറ്റണം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള സമീപവാസികൾ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അപ്രോച്ച് റോഡ് അല്ലെങ്കിൽ സർവീസ് റോഡിന് വീതി അത് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു കാറിനോ ഓട്ടോറിക്ഷയ്ക്കോ കഷ്ടി കടന്നു പോകാവുന്ന വീതിയിൽ മാത്രമാണ് ഇരുവശത്തും സർവീസ് റോഡ് ഉള്ളത്. ആ വഴിയിലൂടെയാണ് രണ്ട് റൂട്ടിലുമായിട്ട് വാഹനങ്ങൾ പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ പ്രദേശത്തുള്ള ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. മാത്രവുമല്ല ഈ പ്രദേശത്ത് അതായത് കൃത്യമായി പറഞ്ഞ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ഈ ടോൾ പ്ലാസ വഴി കടന്നു പോകണമെങ്കിൽ മാസത്തിൽ 340 രൂപയുടെ പാസ് എടുക്കേണ്ടതുണ്ട്. ഇത് വർഷത്തിലേക്ക് മാറുമ്പോൾ ഏകദേശം 2000 രൂപയ്ക്ക് അടുത്ത് ഈ ഇനത്തിൽ തന്നെ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ തങ്ങൾ യഥേഷ്ടം സഞ്ചരിച്ചിരുന്ന ഒരു വഴിയിലൂടെ തങ്ങളുടെ വീട്ടുമുറ്റത്തുകൂടി ഇത്തരത്തിൽ 340 രൂപയും വർഷത്തിൽ 2000 രൂപയും നൽകിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്നത് ന്യായമാണെന്ന ചോദ്യമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഈ കാരണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇവിടെ വലിയ രീതിയിലുള്ള സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ സെൻസറുകൾ കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും വാഹനങ്ങൾ വരുമ്പോൾ ഫാസ്ടാഗ് സെൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ ഉയരത്തിൽ ചാടിയൊക്കെ സെൻസ് ചെയ്യേണ്ടി വരുന്ന ആ സെൻസർ സ്കാനർ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിലവിൽ ഇവിടുത്തെ സർവീസ് റോഡുകളും മറ്റും അല്ലെങ്കിൽ ദേശീയപാതയുടെ പണി പൂർത്തിയാകാത്തത് കാരണം ബൈക്കുകളും മറ്റും ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ ബൈക്കുകൾക്ക് പോകുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി പോലും തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ആ റൂട്ട് പോലും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ തന്നെ കഷ്ടി ഒരാൾക്ക് കടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. അതിലൂടെയാണ് ബൈക്കുകൾ കടന്നു പോകേണ്ടത് എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം കേവലം പേരിന് മാത്രമല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സത്യമാണ് എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടത്. എന്തൊക്കെയായാലും ഇന്ന് കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെയും സമരക്കാരുടെയും എല്ലാം യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. യോഗത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ നിൽക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ ടീം.